രണ്ട് സംസ്ഥാനങ്ങൾ, 2 സ്റ്റേറ്റ്സ് വെള്ളത്തിന് വേണ്ടി മത്സരം വെക്കുന്നു, തർക്കങ്ങൾ വെക്കുന്നു. 2 പേര് തമ്മിൽ ഇടി. എടാ നീ എൻ്റെ വീടിൻ്റെ ആ സ്ഥലം മാന്തിയില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടി വെക്കുന്നു. ഒരാൾ വഴി, നീ എൻ്റെ വഴി അങ്ങോട്ട് കട്ടെടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് 2-3 പേര് എല്ലാവരും കൂടി ഇടിയാന്ന് വെച്ചു. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ആര് വേണം? ജുഡീഷ്യറി വേണം. അപ്പം നമ്മളുടെ ജുഡീഷ്യറി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ജുഡീഷ്യറിയുടെ റോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 സിറ്റിസൺസ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, ഒരു സിറ്റിസണും ഒരു ഗവൺമെന്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, അതുപോലെ 2 സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്, അതുപോലെ ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്. ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ ആര് വേണം? ഒരു ജുഡീഷ്യറി നമുക്ക് വേണം. അപ്പൊ ജുഡീഷ്യറിയുടെ ഒരു മേജർ റോളാണ്. അടുത്ത രണ്ടാമത്തെ റോൾ ജുഡീഷ്യൽ റിവ്യൂ. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഭരിക്കുന്നവരോ ഒരു നിയമം പാസ്സാക്കും. ഈ നിയമത്തിൽ ബാക്കിയുള്ളവർക്ക് ദ്രോഹമായിട്ടുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും കാര്യം അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കാവോ? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ ഈ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യും. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജുഡീഷ്യറിയാണ്. അപ്പൊ അത് ജനദ്രോഹപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവരതിനെ തള്ളിക്കളയും. പാസ്സാക്കിയ നിയമത്തെ അവരെ തള്ളിക്കളയാനുള്ള പവർ നമ്മളുടെ ജുഡീഷ്യറിക്കുണ്ട്. ഇനി മൂന്നാമത്തെ, അപ്ഹോൾഡിംഗ് ലോ ആൻഡ് എൻഫോഴ്സിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്ഹോൾഡിംഗ് ലോ ആൻഡ് എൻഫോഴ്സിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ആരെങ്കിലും എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുകയാണെന്ന് വിചാരിച്ചു, നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ലംഘിക്കപ്പെടുകയാണെന്ന് വിചാരിച്ചു, ആ സമയത്ത് ഒരു ലോ അവിടെ ആക്ട് ചെയ്യണം. നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളെ അടക്കി നിർത്തണം. അതായത് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെങ്കിലും തടയുവാണെങ്കിൽ അവരെ വാഴാൻ വിടാൻ പാടില്ല. നമ്മൾ പ്രതികരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് കോടതിയുള്ളത്, നിയമങ്ങളുള്ളത്.